الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم القصاص في القتلى، الحر بالحر والعبد بالعبد والأنثى بالأنثى، فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان، ذلك تخفيف من ربكم ورحمة، فمن اعتدى بعد ذلك فله عذاب أليم. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, യമനിൽ വെച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് യമൻ സ്വദേശിയായ ഒരു പൗരനെ വധിച്ചത് കാരണം വർഷങ്ങളായി ജയിലിൽ കഴിയുകയായിരുന്ന ഒരു മലയാളി വനിത വധശിക്ഷക്ക് വിധിക്കപ്പെട്ടാണ് അവർ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയും വാർത്താ ചാനലുകളുമൊക്കെ ഏതാനും ദിവസങ്ങളായി ഈ ഒരു വാർത്തയുടെ പിന്നാലെയാണ്.
ഈയൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് അനുകൂലമായും പ്രതികൂലമായും പല ചർച്ചകളും സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട്. ഇവിടെ ആ മലയാളി വനിതക്ക് വധശിക്ഷ നൽകിയിട്ടുള്ളത് ഇസ്ലാമിക നിയമപ്രകാരമാണ്, ശരിയ നിയമപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ ഇത്തരം നിയമങ്ങൾ, കടുകട്ടിയുള്ള നിയമങ്ങൾ, വധശിക്ഷ പോലെയുള്ള വലിയ നിയമങ്ങൾ, അത് തീർത്തും അപക്വമാണ്, ക്രൂരതയുടെ അടയാളമാണ്, കാടത്തമാണ്, 6-ാം നൂറ്റാണ്ടിലെ ഗോത്രവർഗത്തിന്റെ നിയമമാണ്. ഇതൊക്കെ പരിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുരോഗതിയുടെ ഉന്നതികളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാദഗതികളും ഇത്തരം ക്രൂരമായ ശിക്ഷാ നടപടികളുമൊന്നും യോജിച്ചതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ അടിക്കാൻ ഒരു വടി ലഭിച്ചു എന്ന് മനസ്സിലാക്കി ഇസ്ലാമിന്റെ വിമർശകർ ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ തലപൊക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് എന്താണ് ഇത്തരം വിമർശനങ്ങളിലെ വസ്തുത? എന്താണ് ഇസ്ലാമിന്റെ ശിക്ഷാ നിയമങ്ങൾ? പ്രത്യേകിച്ചും കൊലപാതകത്തിന്റെ ശിക്ഷാ നിയമം എന്തിനാണ് ഇത്രമേൽ കടുകട്ടിയുള്ള കനത്ത ശിക്ഷകൾ ഇസ്ലാം നൽകുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ ലക്ഷ്യം എന്താണ്? ഇത്തരം കാര്യങ്ങളൊക്കെ ചെറിയ രൂപത്തിലെങ്കിലും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യന്റെ ജീവന് വലിയ വിലയാണ് കൽപ്പിക്കുന്നത്. ഒരു മനുഷ്യ ജീവൻ എടുക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടെയാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം നോക്കിക്കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇന്റെ 93-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത് വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദ ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹാ വഗദിബ അല്ലാഹു അലൈഹി വലഅനഹു വഅഅദ്ദ ലഹു അദാബൻ അദീമാ. ഒരു വിശ്വാസിയെ, ഒരു മനുഷ്യനെ ആരെങ്കിലും മനഃപൂർവമായി വധിക്കുകയാണെങ്കിൽ, ജീവൻ എടുക്കുകയാണെങ്കിൽ ഫജസാഉഹു ജഹന്നം, അയാൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് നരകമാണ്. അയാൾ നരകത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് നരകത്തിൽ പല പ്രവേശനങ്ങളുണ്ട്. എന്നാൽ നരകത്തിൽ നിന്ന് അയാളുടെ പാപത്തിന്റെ ആ ഒരു കറ കഴുകിക്കളഞ്ഞ് അതിന്റെ ശിക്ഷ അനുഭവിച്ച് സ്വർഗത്തിലേക്ക് വരാൻ സാധിക്കുമോ? അള്ളാഹു പറയുന്നു ഖാലിദൻ ഫീഹാ, ശാശ്വതനായി അയാൾ നരകാവകാശിയായിരിക്കും. വഗദിബല്ലാഹു അലൈഹി, അയാൾക്ക് അള്ളാഹുവിന്റെ കോപശാപങ്ങളുണ്ട്. വലഅനഹു, അള്ളാഹുവിന്റെ ശാപങ്ങളും അയാൾക്ക് നേരെയുണ്ട്. വഅഅദ്ദ ലഹു അദാബൻ അദീമാ, നരകത്തിൽ അയാളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് വേദനാജനകമായ ഭീകരമായ ശിക്ഷകൾ തന്നെയാണ്. നോക്കൂ, ഒരു മനുഷ്യന്റെ ജീവൻ എടുത്താൽ അയാൾക്ക് ലഭ്യമാകുന്ന ശിക്ഷകളെ കുറിച്ച്, അള്ളാഹുവിന്റെ ശാപകോപങ്ങളെ കുറിച്ച്, നരകത്തിൽ അയാൾക്ക് ഒരുക്കി വെച്ച ശിക്ഷയെക്കുറിച്ച്, നരകത്തിൽ അയാൾ ശാശ്വതനാണ് എന്ന കടുകട്ടിയുള്ള പദപ്രയോഗങ്ങളിലൂടെ ഒരു മനുഷ്യന്റെ മനസ്സിനെ അത്തരം തിന്മകളിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. വളരെ ഗൗരവത്തോടെ നോക്കൂ, സൂറത്തുൽ മാഇദ 32-ാമത്തെ വചനം അല്ലാഹു പറയുന്നു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ. ഒരു മനുഷ്യൻ അകാരണമായി ഒരു മനുഷ്യന്റെ ജീവൻ എടുത്താൽ ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ,
ഈ ഭൂമിയിൽ നിവസിക്കുന്ന മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയതിന് തുല്യമായ ഗൗരവമേറിയ പാപമാണ് അവൻ ചെയ്തിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തിട്ടുള്ളൂ. പക്ഷേ അള്ളാഹ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ ഭൂലോകത്തുള്ള സകല മനുഷ്യരുടെയും ജീവൻ എടുത്തതിന് തത്തുല്യമായ പ്രവർത്തനമാണ്, ഗൗരവമേറിയ പാപമാണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്നാണ്. നോക്കൂ, ഇത്ര ഗൗരവത്തോടുകൂടെയാണ് ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മാ യുഖ്ദാ ബൈനന്നാസി യൗമൽ ഖിയാമ ഫിദ്ദിമാ. പാരത്രിക ലോകത്ത് ഒന്നാമതായി വിചാരണക്കെടുക്കുന്ന വിഷയം അദ്ദിമാ. ഏതാ വിഷയം? കൊലപാതകമാണ്, രക്തച്ചൊരിച്ചിലുകളാണ്. ഇതിനുള്ള പ്രതിക്രിയ, ഇതിനെ സംബന്ധിച്ചുള്ള വിചാരണയാണ് ഖിയാമത്ത് നാളിൽ ഒന്നാമതായി നടത്തപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുനിയാവിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട്, എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ട്, എന്തൊക്കെ തിന്മകളുണ്ട്, എന്നാൽ അതിൽ ഒന്നാമതായി പരലോകത്ത് ശിക്ഷയ്ക്ക് വിചാരണയ്ക്ക് വേണ്ടി എടുക്കപ്പെടുന്നത് അത് കൊലപാതകത്തെ കുറിച്ചാണ്, രക്തച്ചൊരിച്ചിലിനെ കുറിച്ചാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അന്യായമായി ഒരു മനുഷ്യ ജീവൻ പോലും നീ അപഹരിക്കരുത്. സൂറത്ത് അൻആമിന്റെ 151-ാമത്തെ വചനമാണ്. ഇങ്ങനെ വൻപാപങ്ങളെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പാപങ്ങളുണ്ട്. അതിൽ 7 സബ്ഉൽ മുബിഖാത്ത് എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ച 7 വൻപാപങ്ങൾ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതൊന്ന് വഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹ് എടുക്കൽ നിഷിദ്ധമാക്കിയ, ഹറാമാക്കിയ മനുഷ്യ ജീവൻ അത് അപഹരിക്കലാണ്. അത് മറ്റൊരു മനുഷ്യന്റെ ജീവൻ എടുക്കലാണ്. ഇത് അത്രമേൽ ഗൗരവമുള്ള വിഷയമാണ് എന്ന് ഹദീസുകളും അതേ രൂപത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. വളരെ ഗൗരവത്തോടുകൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മനുഷ്യ ജീവൻ വളരെ പവിത്രമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹ് ഹറാമാക്കി, അല്ലാഹ് പവിത്രമാക്കി എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത് എടുക്കാൻ ഒരാൾക്കും അധികാരമില്ല. എന്നാൽ ഇത് അപഹരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നത് വലിയ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണുന്ന ഇസ്ലാം അതിന് തക്കതായ ശിക്ഷയും നൽകുന്നുണ്ട്. കൊലപാതകം 3 വിധത്തിലാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒന്ന് അൽ ഖത്ലുൽ ഖത, അബദ്ധത്തിൽ സംഭവിക്കുന്ന അത്തരം കൊലപാതകങ്ങൾ. അതേ രൂപത്തിൽ തന്നെ വഖത്ലു ശിബ്ഹുൽ അംദ്, മനഃപൂർവത്തോട് സാമ്യമുള്ള, മനഃപൂർവത്തോട് സാമ്യത ഉണ്ട്. രണ്ടുപേര് തമ്മിൽ അടികൂട, കൊല്ലണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വടി കൊണ്ട്, സാധാരണ നമ്മൾ ചെറിയൊരു വടി കൊണ്ട് ഒന്ന് അടിച്ചു, അതല്ലെങ്കിൽ ഒന്ന് തള്ളി, അയാൾ വീണു, തലയടിച്ചു, അവിടെ മരിച്ചു. ഇത് കൊല്ലാൻ വേണ്ടിയിട്ട് തള്ളിയതല്ല, രക്ഷപ്പെടാനോ അതല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ. അത് മനഃപൂർവമല്ല, മനഃപൂർവത്തോട് സാമ്യതയുള്ള ശിബ്ഹുൽ അംദ് എന്ന് പറയും. മൂന്നാമത്തേത് ഖത്ലുൽ അംദ്, മനഃപൂർവമുള്ള കൊലപാതകം. ഈ രൂപത്തിൽ 3 രൂപത്തിലാണ്. മനഃപൂർവമുള്ള കൊലപാതകത്തിന് ഇസ്ലാം നിഷ്കർഷിക്കുന്ന ശിക്ഷ അത് വധശിക്ഷയാണ്, കൊന്നവനെ കൊല്ലുക എന്നുള്ളതാണ്. ആമുഖമായി ഞാൻ ഓതിവെച്ച സൂറത്തുൽ ബഖറയിലെ 178-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ. വിശ്വാസികളെ, നിങ്ങൾക്കിത പ്രതിക്രിയ അത് നിയമമാക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ്? അൽ ഖത്ലു ഫിൽ ഖത്ല, കൊലപാതകത്തിൽ ഒരാൾ കൊന്നാൽ അതേ രൂപത്തിൽ തന്നെ പ്രതികാരം ചെയ്തുകൊണ്ട് തിരിച്ചു കൊല്ലുക എന്നുള്ളത്. അതാര് നടത്തണം എന്നുള്ളതൊക്കെ വേറെ നിയമമാണ്, അതൊക്കെ ഇസ്ലാമിക കോടതിയാണ്. ഇതേ രൂപത്തിൽ തന്നെ ജാഹിലിയത്തിൽ ചില സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. ഒരു അടിമയാണ് ഒരാളെ കൊന്നത് എങ്കിൽ ആ അടിമയുടെ യജമാനനെ കൊല്ലുന്ന, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് കൊല്ലുന്നതെങ്കിൽ അയാളുടെ ഭർത്താവിനെയോ മക്കളെയോ സഹോദരനെയോ പിതാവിനെയോ ഒക്കെ കൊല്ലുന്ന, ഇങ്ങനെ ചില ഏർപ്പാടുണ്ട്. ഇതൊന്നും പാടില്ല. ഇതൊക്കെ ആരാണോ കൊന്നത് അയാളെ തന്നെ കൊല്ലണമെന്ന ആ ജാഹിലിയത്തിന്റെ നിയമങ്ങളെയൊക്കെ ദുർബലപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ നിയമം പാസാക്കുന്നത്. അഥവാ വധശിക്ഷ, മനഃപൂർവമുള്ള കൊലപാതകത്തിന് വധശിക്ഷ ഇസ്ലാം നിയമമാക്കി തരുന്നുണ്ടോ? അത് മനഃപൂർവമാണോ എന്നെങ്ങനെയാണ് അറിയുക? ഇപ്പൊ ഇസ്ലാമിക കോടതിയിൽ നേരത്തെ സൂചിപ്പിച്ച അബദ്ധമാണെന്നോ
അതല്ലെങ്കിൽ ഇത് ഷിബുഹുൽ അംദ്, മനഃപൂർവമല്ലാത്ത അതിനോട് സാമ്യമുള്ളതാണെന്നോ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത്തരം കൊലപാതകം അത് കോടതി എടുക്കുന്നത് തെളിവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുക, അത് മനഃപൂർവ്വമുള്ള കൊലപാതകമാണ് എന്നാണ്. ഇങ്ങനെ മനഃപൂർവ്വമാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വധശിക്ഷയാണ് നൽകുക. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. മനഃപൂർവമായ കൊലപാതകത്തിന് വധശിക്ഷ നൽകുക എന്നത് മാത്രമാണ് കോടതിക്ക് ചെയ്യാൻ കഴിയുക. ഈ വധശിക്ഷ നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയല്ല. അവിടെ ആരാണോ ഇര, ആരാണോ കൊലക്ക് പാത്രമായിട്ടുള്ളത്, അവരുടെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ അടങ്ങുന്ന ആ കുടുംബാംഗങ്ങളൊക്കെ തീരുമാനിക്കാം ഇവനെ കൊല്ലണോ കൊല്ലണ്ടേ. ഇനിയല്ല വേറെന്തെങ്കിലും നിയമങ്ങൾ, മാപ്പ് കൊടുക്കണോ, അല്ലെങ്കിൽ ബ്ലഡ് മണി, ദിയ, അത് കരസ്ഥമാക്കിയിട്ട് അയാളെ കൊലപാതകത്തിൽ നിന്ന് മോചിപ്പിക്കണോ, ഇതൊക്കെ അവർക്കാണ് തീരുമാനിക്കാൻ കഴിയുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു നിയമം വധശിക്ഷ നൽകുക എന്നുള്ളത് കോടതിയുടെ ഉത്തരവാദിത്തമാണ്, കോടതിക്ക് സാധിക്കും. പക്ഷേ വധശിക്ഷ നടപ്പിലാക്കേണ്ടത് ആരാണ്? അത് ആ കുടുംബമാണ്. അഥവാ ഇസ്ലാമിന്റെ നിയമം അതാണ്. നമ്മൾ അതിന്റെ മാനവികതയും അതിന്റെ പവിത്രതയും ഒക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് അവിടെയാണ്. ആരാണോ അവരുടെ മാനസികമായ പ്രയാസവും അവരുടെ സങ്കടവും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണമെങ്കിൽ അയാളെ കൊലക്ക് കൊടുക്കാം. ഇനിയല്ല ഞങ്ങളെ ഇത് എന്തായാലും നഷ്ടപ്പെട്ടല്ലോ, അയാളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാപ്പ് കൊടുക്കാം. അല്ലെങ്കിൽ ബ്ലഡ് മണി. എന്താണ് ബ്ലഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമ്മളിവിടെ നമ്മളെ കേരളത്തിൽ നിന്ന് തന്നെ അബ്ദുറഹീമിന് വേണ്ടിയിട്ട് കുറച്ചായിട്ടുള്ളൂ 34 കോടിയോളം നമ്മൾ സമാഹരിച്ചിട്ടുണ്ട്. ഇത് എന്താണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ? പലരും അതിനെയും വിമർശിക്കാറുണ്ട്. ഇസ്ലാം ബ്ലഡ് മണിക്ക് അല്ലെങ്കിൽ ദിയക്ക്, ഈ ഒരു മോചനദ്രവ്യത്തിന് ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ മാപ്പ് ചോദിക്കാൻ വേണ്ടി, മാപ്പ് കൊടുക്കാൻ വേണ്ടി ഇത്രയൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ എന്നൊക്കെ വിമർശകർ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ ഇതിനൊക്കെ വിമർശിക്കുന്ന ആളുകളുണ്ട്. എന്താണ് ഇസ്ലാം ഇതിനെ കുറിച്ചിട്ട് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതല മുതഅമ്മിദൻ ദുഫിഅ ഇലാ ഔലിയാഇൽ മഖ്തൂൽ. അത് കോടതിക്ക് നിശ്ചയിക്കാവുന്നതല്ല, അത് അവർക്ക് തീരുമാനിക്കാം. ഫഇൻ ശാഉ ഖതലു, വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇയാളെ വധിക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്താം. ഇനി വഇൻ ശാഉ അഖദു ദിയ, ഇനി അതല്ല കൊല്ലണ്ട എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ദിയ, ബ്ലഡ് മണി, മോചനദ്രവ്യം കരസ്ഥമാക്കാം. എത്രയാണ് മോചനദ്രവ്യം? വഹിയ 30 ഹിഖ വ30 ജദഅ വ40 ഖലിഫ, അഥവാ 100 ഒട്ടകം. വ്യത്യസ്ത പ്രായത്തിലുള്ള വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട 100 ഒട്ടകം, ഒരേ രൂപത്തിലുള്ള 100 ഒട്ടകമല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹിയ 30 ഹിഖ, 4 വയസ്സുള്ള 30 ഒട്ടകം. വ30 ജദഅ, 5 വയസ്സ് പ്രായമുള്ള 30 ഒട്ടകം. എത്ര ഒട്ടകമായി? 60 ഒട്ടകമായി. വ40 ഖലിഫ, ഗർഭിണികളായ 40 ഒട്ടകം. അഥവാ ഗർഭിണികളായ 40 ഒട്ടകം. അപ്പൊ എത്രയായി? 60ഉം 4 വയസ്സുള്ള 30, 5 വയസ്സുള്ള 30, 40 ഗർഭിണികളായ ഒട്ടകം. അങ്ങനെ ടോട്ടൽ 100 ഒട്ടകം. ഇതാണ് എന്ത് ചെയ്യേണ്ടത്, വിലയായി നൽകേണ്ടത്. സൗദിയിലൊക്കെ നമുക്ക് കാണാം ഏകദേശം 3 ലക്ഷം റിയാൽ എങ്ങാനാണ് ഇതിന്റെ ഒരു മോചനദ്രവ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത്, ഈ 100 ഒട്ടകത്തിന്റെ വിലയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇത് നൽകാം. എന്നാൽ മനഃപൂർവ്വമുള്ള കൊലപാതകത്തിന് ഇത് മാത്രമല്ല വമാ സുലിഹു അലൈഹി ഫഹുവ ലഹു, ഇതിലധികം ലഭിക്കുന്ന മുസാലഹ എന്നാണ് അതിന് പറയാ. ഇതിലധികം വേണമെങ്കിൽ അവർക്ക് വാങ്ങിക്കാം, അത് അവരുടെ അവകാശമാണ്, അത് അവർക്കുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്നാലോ മനഃപൂർവ്വമല്ലാത്തതിന് ഇതിലധികം ചോദിക്കാൻ പാടില്ല. മനഃപൂർവ്വമല്ലാത്ത ഇത്തരം കൊലപാതകത്തിന് 3 ലക്ഷം റിയാൽ, അതല്ലെങ്കിൽ 100 ഒട്ടകത്തിന്റെ വില മാത്രമേ ചോദിക്കാൻ പാടില്ല, ഇതിലധികം പാടില്ല. മനഃപൂർവ്വമുള്ള കൊലപാതകത്തിന് ഇതിലധികവും ചോദിക്കാം, അങ്ങനെ ലഭിക്കുന്നത് അവർക്കുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. സഹോദരി, ഇതാണ് ഇസ്ലാമിന്റെ ശിക്ഷ. ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഇനി നമ്മൾ തിരിച്ചറിയണം, എന്തിനാണ് ഈ ശിക്ഷ, എന്തിനാണ് ഇത്രമേൽ കടുപ്പമുള്ള ശിക്ഷ, എന്താണ് ഇസ്ലാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2 തലങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, സമൂഹത്തിലെ ഇത്രമേൽ ഗൗരവമേറിയ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുക എന്നുള്ളത് നിസ്സാരമായ പ്രക്രിയയല്ല, അതൊരു നിസ്സാരമായ കാര്യമല്ല, അതൊരു മനുഷ്യ ജീവനാണ്.
അതിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാണെന്ന് പഠിപ്പിച്ചതാണ്. ഇതെടുക്കുക എന്നുള്ളത് വലിയ തിന്മയാണ്. ഇത് മനുഷ്യ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കുക, അതല്ലെങ്കിൽ അത് പരമാവധി തടയുക എന്നുള്ളത്. ഇത്തരം ക്രൂരതകൾ, അക്രമങ്ങൾ പരമാവധി തടയുക എന്നുള്ളതാണ് ഇസ്ലാം ഈ ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചെറിയ ഒരു 10 കൊല്ലം ജയിലിടാം, അല്ലെ 12 കൊല്ലം ജയിലിടാം, അല്ലെ. കുറച്ചു മുമ്പേ ഇതുപോലെ ഒരു പ്രമാദമായ കേസിൽ ഒരു വനിത പറഞ്ഞത് എന്താണ്? എനിക്ക് ഒരു 12 വർഷം ജീവപര്യന്തം, അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അപ്പോഴും എനിക്ക് എത്ര വരൂ, ഒരു 35 വയസ്സ് 36 വയസ്സേ ഉള്ളൂ, ഞാൻ അതിനുശേഷം ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് യാതൊരു മനസ്താപവുമില്ലാത്ത, എന്നാലോ ശിക്ഷ ഏറ്റുവാങ്ങുന്നുണ്ട്. ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടും ഒരു തരത്തിലുള്ള മനസ്താപവുമില്ലാത്ത ഇത്തരം ക്രിമിനലുകളെ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇത് ചെറിയ ഒരു ശിക്ഷയല്ല ലഭിക്കുക. ഇത് കേവലം ഒരു 10-20 കൊല്ലം ജയിലിൽ നിന്നിട്ട് പോന്നാ മതിയാവില്ല. ഇത് നിന്റെ ഇതേ രൂപത്തിൽ തന്നെ നിന്റെ ജീവനെടുക്കാൻ ഇത് കാരണമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ഞാൻ പ്രവർത്തിച്ചാൽ ഇതുപോലെ തന്നെ എന്റെ ജീവനും നഷ്ടമായേക്കാം എന്നതാണ് ഒരുപാട് ആളുകളെ ഇത്തരം തിന്മകളിൽ നിന്ന് തടയുന്നത്. അതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് നമ്മൾ ഓരോരുത്തരും കാണേണ്ടതുണ്ട്. ഈ വധശിക്ഷയെ എതിർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വധശിക്ഷ അത് കാടത്തമാണ്, അത് ക്രൂരമാണ്, അത് ഈ പുരോഗമനത്തിലെത്തിയ നാട്ടുകാർക്കില്ലേ, ഇവരും ചെറിയ ചെറിയ പെൺകുട്ടികളെ, ചെറിയ കുഞ്ഞുമക്കളെ പീഡനത്തിന് ഇരയാക്കി കൊല്ലുന്ന ആളുകൾ, അതുപോലെ തന്നെ അതിക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്ന, ഇത്തരം തോന്നിവാസങ്ങൾ നടത്തുന്ന ആളുകൾ, ഇവരും അറിയാതെ പറഞ്ഞു പോകും. ഇവനെന്നും അല്ലെ സോഷ്യൽ മീഡിയയിലെ കമന്റിൽ നമുക്ക് കാണാം, ഇവനൊന്നും വെച്ചേക്കരുത്, അതുപോലെ ഇവനെയും കൊന്നുകളയണേ എന്ന് പറയല് പലപ്പോഴും ആരാണ്? വധശിക്ഷയെ എതിർക്കുന്ന ആളുകൾ പോലും. അഥവാ ഇത് മനുഷ്യന്റെ മനസ്സിന്റെ തേട്ടമാണ്. അതാണ് അല്ലാഹു നടപ്പിലാക്കുന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരും ഇത്രമേ ക്രൂരമായ ഒരു നിയമം, അത്തരം തിന്മകൾ പ്രവർത്തിക്കുന്ന മനുഷ്യരെ അവരെ കൊന്നുകളയണം എന്നുള്ളത് തന്നെയാണ് മനുഷ്യന്റെ മനസ്സിന്റെ തേട്ടം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും ഇത്രമേൽ അധികരിക്കുന്ന തിന്മകൾ, ബലാത്സംഗങ്ങൾ, പീഡനങ്ങൾ, ഇത്തരം കൊലപാതകങ്ങൾ, അക്രമങ്ങൾ എന്തുകൊണ്ട് വർദ്ധിക്കുന്നു എന്ന ചർച്ചകളിലൊക്കെ പരസ്പരം ഉരുത്തിരിഞ്ഞു വരുന്നത് എന്താണ്? അത് കട്ടിയുള്ള, അല്ലെങ്കിൽ കടുപ്പമുള്ള, അല്ലെങ്കിൽ മതിയായ ശിക്ഷകൾ നിലവിലില്ല. ശിക്ഷകളുടെ അപര്യാപ്തത മൂലമാണ് ആളുകൾ ഇത്രമേൽ. കാരണം എന്താ? എല്ലാവർക്കും അറിയാം, ഇതിപ്പം വന്നാലും, ഇതിപ്പോ ഒരുത്തനെ കൊന്നാലും എനിക്കിപ്പോ എന്തുണ്ടാകും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇസ്ലാമിക നിയമപ്രകാരം അവൻ ഒന്ന് വിറയ്ക്കും. കാരണം എന്താ? ഇതെങ്ങാനും തെളിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് 10 കൊല്ലം പോയി തിരിച്ചു വരാൻ പറ്റൂല, പിന്നെ ഇവിടെ വന്നിട്ട് ജീവിക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് ഒന്ന് ആലോചിക്കും. ഈ ഒരു ആലോചനയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 179-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമാവലികൾ, വധശിക്ഷയുമായി ബന്ധപ്പെട്ട നിയമാവലികളൊക്കെ പറഞ്ഞ് അടുത്ത വചനത്തിൽ അല്ലാഹു പറയാണ്, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തത്തഖൂൻ. വലക്കും ഫിൽ ഖിസാസി ഹയാത്ത്. ഈ പ്രതിക്രിയ നടപടിയുണ്ടല്ലോ, ഈ വധശിക്ഷയുണ്ടല്ലോ, ഇതിലുണ്ട് ഹയാത്തുൻ, മനുഷ്യരെ നിങ്ങൾക്ക് സുരക്ഷയുണ്ട്, സമാധാനപൂർണമായ ഒരു ജീവിതമുണ്ട്. എന്നിട്ട് അല്ലാഹു വിളിക്കുന്നത് ആരെയാണെന്നറിയോ? യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് സമാധാനമുള്ള, സുരക്ഷിതത്വമുള്ള ഒരു ജീവിതം ഉണ്ടാവാൻ അതിന് ഇത്തരം ശിക്ഷാ നടപടികൾ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. അഥവാ നമ്മുടെ ഇത്തരം തിന്മകൾക്ക് അതിനുള്ളൊരു ത്വരയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരെ അതിൽ നിന്ന് പിന്നോട്ട് വലിക്കാനാണ്. പലപ്പോഴും നമുക്കറിയാലോ, വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഇസ്ലാമിക ശരീഅത്തുള്ളിടത്തൊക്കെ എങ്ങനെയാണ് ഇത് എവിടെങ്കിലും ഉള്ളിൽ കൊണ്ടുപോയിട്ടല്ല നടത്തുക. ഈ വധശിക്ഷ പരസ്യമായിട്ടാണ്. എന്തിനാണ് പരസ്യമായിട്ട് നടത്തുന്നത്? സമൂഹത്തിന് അതൊരു പാഠമാണ്. ഇതിൽ ഒരു ഭയപ്പെടുത്തലുണ്ട്. ഇത്തരം തിന്മകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന ഇത്തരത്തിലുള്ള വലിയൊരു പാഠം സമൂഹത്തിന് നൽകുക എന്നുള്ളതാണ് ഇതിനകത്ത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത് എന്താണ്? ഇരയാക്കപ്പെട്ട ആളുകൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ മനസ്സിന് വേദനയുണ്ടാകും, സങ്കടങ്ങൾ ഉണ്ടാകും. അവർക്കൊരു നീതി ലഭിക്കണം. അവർക്ക് പരിപൂർണമായൊരു നീതി ലഭിക്കുക എന്നുള്ളത് ഈ ദുനിയാവിൽ സാധ്യമല്ല. പക്ഷെ അവരുടെ മനസ്സിന് ചെറിയൊരു സമാധാനം ഉണ്ടാവണം. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനെ, തണലായവനെ, ഞങ്ങൾക്ക് ആശ്രയമായവനെ ഇല്ലാതാക്കിയവൻ
അതിന് ഒരു പരിഹാരമുണ്ടായല്ലോ എന്ന് ചെറിയൊരു സമാധാനം അവർക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ തന്നെ പല വാർത്തകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്റെ മോനെ ഇല്ലാതാക്കിയിട്ട് അവര് എന്റെ മുന്നിലൂടെ നെഞ്ചു വിരിച്ച് നടക്കുമ്പോ അത് വല്ലാത്തൊരു പിടയലാണ്. അതൊരു പിതാവിനുണ്ടാകും, അതൊരു മാതാവിനുണ്ടാകും, അത് അവരുമായി രക്തബന്ധമുള്ള കുടുംബ ബന്ധമുള്ള അവർക്കൊരു വേദനയുണ്ടാകും. അല്ല, അവർക്ക് ആ ഒരു ഇരയോടൊപ്പമാണ് എന്നാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇത് മാനവികമാണോ, അതല്ലെങ്കിൽ ഇത്തരം ശിക്ഷാവിധികൾ അത് മനുഷ്യപ്പറ്റുള്ളതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതാണ്: ഇവിടെ ഇരയോടൊപ്പമാണ്. അതാണ് രണ്ടാമതായി, ഇരയാക്കപ്പെട്ട അവരുടെ കുടുംബത്തിനൊരു സമാധാനം ഉണ്ടാവുക. ഒന്നാമത്തത് അത് സമൂഹത്തിനൊരു പാഠമാകുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇവിടെ ശിക്ഷ നിയമങ്ങൾ മാത്രമല്ല, മാപ്പ് നൽകുന്നതിനെ ഞാൻ നേരത്തെ ഓതിവെച്ച സൂറത്തു ബഖറയിലെ തന്നെ 178-ാമത്തെ വചനത്തിൽ ഈ ശിക്ഷാ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് എന്താ? فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان. فمن عفي, അഫ്വ് നൽകുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതാണ്. മാപ്പ് കൊടുക്കുക. ഇനി ആ ദിയ നൽകുന്നുണ്ടെങ്കിൽ ദിയ ചോദിച്ചിട്ടാണ്, ബ്ലഡ് മണി വാങ്ങിയിട്ടാണെങ്കിൽ അത് കൃത്യമായി കൊടുക്കണം, അത് വാങ്ങണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കരാറും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് വാങ്ങുക എന്നല്ലാതെ അല്ലാഹുവിൽ നിന്നുള്ള ഒരു ലഘൂകരണമാണ്, അല്ലാഹുവിന്റെ ഒരു കാരുണ്യമാണ്. ഇതിനു ശേഷവും പിന്നെ അതിക്രമങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് വലിയ വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ടായിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇസ്ലാമിന്റെ ശിക്ഷാ നിയമം, പ്രത്യേകിച്ചും വധശിക്ഷ. എന്തിനാണ് ഈ ശിക്ഷ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കേവലം അതൊരു പേരിനുള്ള ശിക്ഷ എന്നതല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം തിന്മകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ശിക്ഷയുടെ ലക്ഷ്യം. അത് പ്രാകൃതമല്ല, അത് ക്രൂരമല്ല. അതിനപ്പുറത്ത് മറ്റുള്ള മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതും, ഇത്തരം തിന്മകൾ പ്രവർത്തിക്കുന്ന ക്രൂര മനസ്സുള്ള ആളുകളെ സമൂഹത്തിന് പാഠമാകും വിധം ശിക്ഷിക്കുക എന്നുള്ളതും, അവർക്ക് തിന്മകൾ പ്രവർത്തിക്കാൻ ത്വരയുള്ള മനുഷ്യരെ അത്തരം തിന്മകളിൽ നിന്ന് പിന്നോട്ട് വലിക്കുക എന്നുള്ളതുമൊക്കെ ഇസ്ലാമിന്റെ ലക്ഷ്യമാണ്. ഇത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരും വിമർശിക്കുന്ന ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്ലഡ് മണി, ഇവിടെ 10-30 കോടിയൊക്കെ ഒരു മാപ്പിന് വേണ്ടി ചോദിക്കുക എന്നുള്ളത് അത് വളരെ മോശമുള്ള കാര്യമല്ലേ? അങ്ങ് മാപ്പ് കൊടുത്താൽ പോരെ? അല്ലെങ്കിൽ ഇത് ഒരു നിശ്ചിത സംഖ്യ, നേരത്തെ പിന്നെ മനഃപൂർവ്വമല്ലാത്ത കൊലപാതകത്തിന് 100 ഒട്ടകത്തിന്റെ വില എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു നിശ്ചിത സംഖ്യ നിശ്ചയിച്ചുകൂടെ എന്നുള്ളതാണ്. ഇതും കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്താണ് അതിനുള്ളൊരു അപകടം? ഒന്ന്, അതിൽ കോടതിക്ക് പോലും അതിൽ ഇടപെടാനുള്ളൊരു അവകാശം ഇസ്ലാം നൽകുന്നില്ല. അതാണ് അതിന്റെ ഒരു മാനവികത. അഥവാ ഇരയാക്കപ്പെട്ടവർ അവരുടെ മനസ്സിന്റെ വൈകാരികതയോ അവരുടെ സങ്കടമോ പ്രയാസമോ ഒന്നും ഒരുപക്ഷെ നമുക്ക് അളക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് കമന്റ് ഇട്ടാൽ മതി. അത് അളക്കാൻ നഷ്ടപ്പെട്ട ആളുകളുടെ ഇരയുടെ കുടുംബത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോടൊപ്പമാണ് ഇസ്ലാമിന്റെ ഇത്തരം നിയമങ്ങൾ. രണ്ടാമത്, അങ്ങനെ ഒരു കാര്യം നിർണയം, ഒരു നിശ്ചയം ഉണ്ട്. ഒരു 3 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം റിയാൽ ഇത്രേ പറ്റൂ, അല്ലെങ്കിൽ 100 ഒട്ടകത്തിന്റെ വില ഇത്രേ പാടുള്ളൂ എന്ന് പറഞ്ഞാലോ, ഇതിലധികം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? പിന്നെ കുടുംബം പറയാണ് ഞങ്ങൾക്കിത് വേണ്ട, ഇത് പോരാ. അപ്പൊ ഇതിൽ അധികം ചോദിക്കാൻ പാടില്ലല്ലോ. ഇതിലധികം ചോദിക്കാൻ പാടില്ല. പിന്നെന്താണ് ഓപ്ഷൻ? അയാളെ കൊല്ലുക, അയാളെ വധിക്കണം. ഇതാണ് പിന്നെയുള്ള മാർഗം. റഹീമിനെ സംബന്ധിച്ചിടത്തോളം, അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത്രയും തുക സമാഹരിക്കാനോ ഇത്രയും തുക കൊടുക്കാനോ സാധ്യല്ല. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? അവരും ഒരു പക്ഷെ മനസ്സിലാക്കി കാണും, അവരുടെ കുടുംബത്തിന് അബ്ദുറഹീമിനെ കൊണ്ട് എന്തായാലും ഇത്രയും പണം തരാൻ സാധിക്കുകയില്ല എന്ന് അവരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. അവിടെയാണ് നമുക്കൊന്നിച്ച് അയാൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത്.
ഇത്തരം വഴികൾ പോലും അടഞ്ഞു പോവുകയാണ് ചെയ്യുക. വിമർശകരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അതിനെ വിമർശിക്കണം, അതിന്റെ നിയമങ്ങൾ തെറ്റായിരിക്കും, അതിനെ നമ്മൾ ഒന്ന് പരിഹസിക്കാൻ ഒരു കിട്ടിയ വടി ഉപയോഗിക്കുക, ഇത്തരം ചിന്താഗതികൾ മാത്രമാണ് അത്തരക്കാർക്കുണ്ടാവുക. അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്നും എക്കാലത്തേക്കും യോഗ്യമായിട്ടുള്ളതാണ് എന്നും പ്രായോഗികമായിട്ടുള്ളതാണ്. ഇത് പ്രകൃതി മതമായ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളാണ്, ഇത് മാലിക്കുൽ മുലൂക്കായ റബ്ബുൽ ഇസ്സത്തിന്റെ നിയമങ്ങളാണ് എന്ന തിരിച്ചറിവോടുകൂടെ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇതൊക്കെ മോശമാണോ, അതൊക്കെ പോരായ്മകളുണ്ടോ എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്ത് ഇത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമാണ് നമ്മൾ തയ്യാറാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.